Hi dear, welcome back to my YouTube channel. Hi dear all. I hope all are good. ഞാൻ എന്താ പറയണ്ടേ, ഞാൻ ഇത്രയും ദിവസം ലീവ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഞാൻ റെഗുലറായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഒരു ചാനൽ ഇങ്ങനെ തുടങ്ങിയിട്ട് അപ്പം എനിക്ക് തന്നെ തോന്നി അങ്ങനെ ഒന്ന് പോരാ. മീൻസ് ഇപ്പോൾ ഇത്രയും ദിവസവും അടച്ചിട്ട് ഒരു റൂമിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ തോന്നി ഓക്കെ നമുക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് കാണാനെങ്കിലും ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നവരൊക്കെ എൻ്റെ ഒരു മെമ്മറി ആയിട്ടെങ്കിലും ഇതൊക്കെ കിടക്കില്ലേ. അപ്പം ആ ഒരു പിന്നെപ്പോഴേലും നമുക്ക് കാണണമെന്ന് തോന്നുമ്പോൾ കാണാനും നമുക്ക് പിന്നീട് കാണാനും സന്തോഷിക്കാനായിട്ടൊക്കെ ഒരു മെമ്മറി ആയിട്ട് അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടി അപ്പം ഞാൻ ഇന്ന് തൊട്ടൊരു പറ്റുന്ന രീതിയിൽ എന്നാൽ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കുക, നല്ല നല്ല മെമ്മറീസൊക്കെ ഉണ്ടാക്കുക, അത് പിന്നീട് എപ്പോഴേലും കാണുക, സന്തോഷിക്കുക. അതിന് വേണ്ടി ഞാനപ്പോൾ ഇന്ന് തൊട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും ദിവസം ഞാനിങ്ങനെ ഇപ്പം എനിക്ക് കുറച്ചധികം ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ലീവ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ലീവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ ചെയ്യാൻ. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, ഒരു പണിയില്ല, വെറുതെ എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഇവിടെ വെറുതെ എഴുന്നേറ്റിരിക്കുന്നു. പിന്നെ യോഗ ക്ലാസ് ഉണ്ട്, അത് മൺഡേ ടു ഫ്രൈഡേ ഉണ്ട്. ഫ്രൈഡേ പക്ഷേ ഇവിടെ ഹോളിഡേ ആയതുകൊണ്ട് എനിക്ക് ഫ്രൈഡേ മാത്രം ഞാൻ കുറച്ച് ലേറ്റായിട്ട് എനിക്ക് ലേറ്റായിട്ടൊന്നുമല്ല, എന്നാൽ പോലും ഫ്രൈഡേ എനിക്കൊരു എക്സസൈസ് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നാറില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യണം. അപ്പം മൺഡേ ടു തേഴ്സ്ഡേ വരെ കറക്റ്റായിട്ട് എനിക്ക് യോഗ ക്ലാസ് കിട്ടും. അപ്പോൾ ആ ക്ലാസ്സിനൊക്കെ ചേരും. അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ കയറാറുണ്ട്. അപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ? അപ്പം അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം ഒരു 1 hour യോഗ ചെയ്തു. പിന്നെ എൻ്റെ റുട്ടീൻ ഉറങ്ങുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു, ഫുഡ് കഴിക്കുന്നു, ഇടയ്ക്ക് കാറ്റിനെ നോക്കുന്നു, അങ്ങനെ എൻ്റെ ലൈഫ് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് ഓക്കെ പുറത്തോട്ട് പോകുന്നേ ഇല്ല, എപ്പോഴും റൂമിൽ തന്നെ. അപ്പോൾ റൂമില്ലെന്ന് പറഞ്ഞാൽ തന്നെ ഇതിപ്പം കുവൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ AC ഉള്ള റൂമായതുകൊണ്ട് എപ്പോഴും വിൻഡോ ഒന്നും തുറന്നിടാൻ പറ്റില്ല. അപ്പം ഞാൻ പുറത്തോട്ട് പോകുന്നേ ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് വെക്കുന്നുണ്ട്, കുക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ പുറത്തേക്കൊന്നും പോകാത്തത് കൊണ്ടൊക്കെ എനിക്കൊരു ഫ്രഷ് എയറൊക്കെ വേണ്ടേ നമ്മുടെ ലൈഫിൽ. എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ്. അപ്പോൾ എൻ്റെ ഈ മൂഡ് സ്വിങ്സ് ഭയങ്കര അധികം എനിക്കുണ്ട് കേട്ടോ. എപ്പം നോക്കിയാലും ഓരോ തോട്ടാണ്. എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് നമ്മൾ മനുഷ്യന്മാർ പ്രസൻറ്റിലാണ് ജീവിക്കേണ്ടതെന്ന്. പക്ഷെ ഞാനാണെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ നടക്കും, ഫ്യൂച്ചറിൽ അങ്ങനെ നടക്കും, ഇന്ന പോലെയൊക്കെ സംഭവിക്കും, മേ ബി സംഭവിക്കും ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു കരുതൽ ഭാവിയെക്കുറിച്ച് എപ്പോഴും വേണം. പക്ഷെ എന്നാൽ പോലും ആ ഭാവി ഇപ്പം ഈ കരുതൽ ചിന്തകൾ നമ്മളെ അങ്ങനെ നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം. കാരണം അതൊക്കെ നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം ചിന്തകളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള റൂമുകളിലൊക്കെ ഇരുന്നിട്ട് ഡിപ്രഷൻ അടിച്ച് സങ്കടം വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇനി അന്ന് അങ്ങനെ നടക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇപ്പോഴേ ബേജാറാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഒപ്പം നിങ്ങളും തീരുമാനിക്കണം. അപ്പം അതിന് വേണ്ടി ഇന്ന് ഞാൻ ലൈറ്റായിട്ടൊരു ഈവനിങ് വാക്കിന് പോകാമെന്ന് വെച്ച് വരുന്നു. ഈവനിങ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു 6:30 ഒക്കെ ആയി. 6:30 ഞാൻ നടക്കാൻ പോയി. അവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട്. അപ്പോൾ ആ നടക്കാൻ പോയൊരു ചെറിയ ഇതാണ് എൻ്റെ ഇവിടെ കുവൈറ്റിലുള്ളൊരു ചെറിയ പാർക്കാണ്. ഇത് മോസ്കുണ്ട്, മോസ്കിനടുത്തായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. അതിവിടെ ഇങ്ങനെ പാർക്ക് പോലെ കുട്ടികളൊക്കെ വരുന്നു, കളിക്കുന്നു, പിന്നെ നടക്കാനായിട്ടൊക്കെ നമുക്ക് പോവാം. അപ്പം ഞാൻ ഈ ഗ്രൗണ്ടിലാണ് ഈവനിങ് വാക്കിന് വരുന്നത്. കുറച്ചങ്ങോട്ട് മാറി വേറൊരു ഗ്രൗണ്ട് കൂടി ഉണ്ട്. അവിടെ എല്ലാ ടൈപ്പ് മറ്റേ എക്സസൈസിന് പറ്റിയ കുറച്ച് കാര്യങ്ങൾ, ചെയർ ഇതെല്ലാം ഉണ്ട്. ഇവിടെയും ഉണ്ട് ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസൊക്കെ ഉണ്ട് ചെയ്ത് ഇങ്ങനത്തെ. അപ്പം ഈ ഗ്രൗണ്ടിലാണ് അപ്പം നടക്കാൻ വരുന്നത് ഈവനിങ് വാക്കിന്. അപ്പോൾ എനിക്ക്
അപ്പോൾ അത്തരം തോട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്കിങ്ങനെയുള്ള നല്ല നല്ല യാത്രകൾ പോകാം, കാഴ്ചകൾ കാണാം, ചെറിയൊരു വാക്കിങ്ങിന് പോകാം, ഔട്ട് സൈഡ് ഫ്രണ്ട്സിനെ കാണാൻ പോകാം. ഇതെല്ലാം നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കട്ടെ എല്ലാവരുടെയും ലൈഫിൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കുഞ്ഞു വീഡിയോ ആണ്, എന്നാലും സന്തോഷം. ബൈ ബൈ.